ചെയ്യുന്ന മണ്ണാശ്ശേരിൽ അഗ്രികൾച്ചറൽ ഫാമിന്റെ വിശേഷങ്ങളാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. കേരള ഗൈഡിൽ ഇനിയും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാം, വീടായാലും സ്ഥാപനമായാലും അതിൻ്റെ മുൻവശത്ത് ഒരു പൂന്തോട്ടം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ലല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരു അഗ്രികൾച്ചർ ഫാമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മണ്ണാശ്ശേരിൽ അഗ്രികൾച്ചർ ഫാം. ഇത് നമ്മുടെ അടൂരിൽ നിന്നും പത്തനംതിട്ട റൂട്ടിലാണ്. ഒരു വിപുലമായ ഒരു പൂന്തോട്ടം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് നമ്മൾ ഇനി പങ്കുവെക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചറിയാം. പോരെ. മണ്ണാശ്ശേരിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ ഉടമ ശിവപ്രസാദ് സാർ എന്നോടൊപ്പം ഉണ്ട്. സാറാണ് ഈ വിപുലമായ നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി, ഒരു പ്രത്യേക ഇഷ്ടം. നമ്മളൊക്കെ ചെടിയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നതായതുകൊണ്ട് സാർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? എത്ര വർഷമായി വന്നിട്ട്? ഞാൻ 30 വർഷത്തിന് മുകളിലായി. എൻ്റെ ഫാമിലിയിലെ വലിയച്ഛൻ്റെ മക്കൾക്കൊക്കെ നഴ്സറി ഫീൽഡ് തന്നെയായിരുന്നു. അവരിൽ നിന്നെല്ലാം കണ്ടുപഠിച്ച് നമ്മൾ സ്വന്തമായിട്ട് പിന്നെ ഒരു നഴ്സറി തുടങ്ങി. ചെറിയ രീതിയിലൊരു പ്രൊഡക്ഷനുകൾ, ചെടികൾ കിളിപ്പിക്കാനും വളർത്താനും ഒക്കെ തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് നല്ല ഒരു രീതിയിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ അറിയുകയും കേരളത്തിൽ ഫുള്ള് അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് മണ്ണാശ്ശേരി അഗ്രികൾച്ചർ. അതുപോലെ തന്നെ സാറേ, നമുക്ക് ഈ മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഫാമിൽ ഇവിടെ വന്ന നമ്മൾ പ്രധാനപ്പെട്ട ചെടികൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകൾ വളരെ വിപുലമായ രീതി ശേഖരിച്ചിട്ടുണ്ട്. എല്ലാം പുതിയ വെറൈറ്റികൾ, പുതിയ കളക്ഷൻ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളെല്ലാം ഉണ്ട്. എല്ലാ പുതിയ വെറൈറ്റി വന്നിട്ടുള്ള എല്ലാവിധ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളെല്ലാം ഉണ്ട്. പിന്നെ മാവുകൾ പല വെറൈറ്റീസുകളുണ്ട്. എല്ലാം ഒരു 2.5-3 കൊല്ലം മുതൽ നല്ല മാങ്ങയും ഫലവും തരുന്ന മാവ് വെറൈറ്റി പ്ലാവുകളുണ്ട്. 1 കൊല്ലം കൊണ്ട് ചക്ക പിടിക്കുന്ന വിയറ്റ്നാം എയർലി പ്ലാവുണ്ട്. പിന്നെ മുട്ടമ്മരിക്കയുണ്ട്. അങ്ങനെ അനവധി വെറൈറ്റിപ്പെട്ട ഏതാണ്ട് 10-30ഓളം വെറൈറ്റി പ്ലാവുകൾ തന്നെ നമുക്കുണ്ട്. സിന്ദൂര വരിക്ക, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാവുകൾ. അങ്ങനെ പുതിയ ഫ്രൂട്ട്സുകൾ ഇറങ്ങുന്നത് എല്ലാം ബഡ് ചെയ്ത പ്ലാന്റുകൾ, അതെല്ലാ വെറൈറ്റി പ്ലാന്റുകളും ഉണ്ട്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ, റോസായാലും മറ്റനവധി പുതിയ വെറൈറ്റി പെടുന്ന എല്ലാ ചെടികളും. പിന്നെ ഓർക്കിഡുകളുടെയൊക്കെ തന്നെ നല്ലൊരു പുതിയ വെറൈറ്റികൾ, ഫെനനോസിസിൻ്റെ ഒക്കെ നല്ല ഇപ്പം പുതിയൊരു വെറൈറ്റി വന്നതാണ്. ഇലയ്ക്ക് ഡബിൾ കളറുള്ള വേരിയേറ്റഡ് എന്ന് പറയുന്നത്, അതൊക്കെ പൂനായിൽ നിന്ന് വന്ന പുതിയ വെറൈറ്റി ചെടികളാണ്. ഈ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു ചെടിക്ക് ഇപ്പം സാധാരണ എത്ര രൂപ മുതൽ ഏത് റേഞ്ച് വരെ പോകുന്നുണ്ട്? നമുക്കൊരു 10 രൂപ റേഞ്ച് മുതൽ മുകളോട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ട് ശരിക്കും പ്ലാന്റുകൾ ഒരുപാട് നഴ്സറിക്കാരും മറ്റ് ബിസിനസ്സുകാരും ഒക്കെ നമ്മളോട് ഹോൾസെയിൽ റേറ്റ് ശരിക്കും ചെടി ഇവിടുന്ന് വിറ്റ് മാറുന്നു. അപ്പോൾ ചെടിക്ക് ഒരു 10 രൂപ മുതൽ, പിന്നെ പച്ചക്കറി തൈകളൊക്കെ ആണെങ്കിൽ ഒരു 4 രൂപ 3 രൂപ മുതലുള്ള പച്ചക്കറി തൈകളുണ്ട്. അങ്ങനെ ചെടികളും അങ്ങനെ 10 രൂപ മുതൽ മേളോട്ട് ഓരോ ചെടികൾക്കും അതിൻ്റെതായ റേറ്റ് അനുസരിച്ച്. മണ്ണാശ്ശേരിയിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂരാണ്. അടൂരുള്ള ബ്രാഞ്ചിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വേറെ എവിടെയൊക്കെയുണ്ട് സാറേ? കരുനാഗപ്പള്ളി കുറ്റുവട്ടത്തുണ്ട്, കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനിലുണ്ട്, ആദിനാടുണ്ട്, പിന്നെ ഓച്ചിറ ക്ഷേത്രമുണ്ട്, ടെമ്പിൾ ഓച്ചിറ, പിന്നെ കൃഷ്ണപുരമുണ്ട്, പിന്നെ കായംകുളമുണ്ട്, പിന്നെ കൊല്ലത്തുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപനങ്ങളുണ്ട്. ഏകദേശം മൊത്തത്തിൽ എത്ര സ്റ്റാഫുകളോളം വരുവാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടു?
150ഓളം ജോലിക്കാർ ഉണ്ടായിരിക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലായിടത്തുമായിട്ട് വരുമ്പോൾ. പിന്നെ അതിന് വേണ്ടുന്ന മാനേജർമാരും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സാറേ, ഏതൊരു ചെടിയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഫലവൃക്ഷ തൈ ആണെങ്കിലും കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ. അപ്പം ഏത് കാലാവസ്ഥയിലുള്ള എങ്ങനെയുള്ള കാലാവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഏതൊക്കെ ഫലങ്ങളാണ് നമുക്ക് വെക്കാൻ സാധിക്കുന്നത്? ഇപ്പം നമ്മൾ ഫലവൃക്ഷങ്ങൾ നടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസംബർ മുതൽ ഇങ്ങോട്ടാണ് നമ്മൾ നടുന്നത്. ഒരു മെയ് വരെ നമുക്ക് നടാം. മെയ് ആകുമ്പോൾ മെയ് പകുതി മുതൽ മഴ തുടങ്ങും. അപ്പോൾ മഴ സമയത്തല്ല നമ്മൾ കാർഷിക സാധനങ്ങൾ നടേണ്ടത്, നമ്മൾ ഈ ഉണക്ക സമയങ്ങളിലാണ് നടേണ്ടത്. എന്ന് പറഞ്ഞാൽ മഴ സമയങ്ങളിൽ നമ്മുടെ മണ്ണിൽ ഈർപ്പമുണ്ട്. അപ്പോൾ എന്ത് സാധനങ്ങൾ നട്ടാലും അതിനാവശ്യമുള്ള ജലാംശം ഭൂമിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് പുറത്തുനിന്ന് വലിച്ചുകൊണ്ട് വരണ്ട. അപ്പോൾ എന്താ, നമ്മൾ ഉണക്ക സമയത്ത് എന്ത് നട്ടാലും അത് പെട്ടെന്ന് വളർന്നു കയറാൻ പറ്റും. അത് വളർന്നു കയറുന്നതെന്ന് പറയുന്നത് ഉണക്ക സമയത്ത് മണ്ണിൽ ജലാംശത്തിൻ്റെ അളവ് കുറവാണ്. അപ്പം അതിൻ്റെ വേര് ഓടി എവിടുന്നും വലിച്ചെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ചെടിക്ക് വളർച്ചയുണ്ടാകും. അതിന് നമ്മൾ ആവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ചെടി നല്ല പുഷ്ടിയായിട്ട് വളർന്നു വരും. മഴ സമയത്ത് ഒരു സാധനവും വളരത്തില്ല. അത് ആവശ്യമുള്ള ജലാംശം അതിന് കിട്ടുന്നത് കൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ കുറവ് കൊണ്ടും അതിന് വളർച്ച കുറവാണ്. തിരിച്ച് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന സമയത്താണ് ചെടികൾ വളരുന്നത്. ജലാംശം നമ്മൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അത് വലിച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ വേര് അത്ര കണ്ട് ഭൂമിയിലേക്ക് മാറും. അപ്പോഴാണ് ചെടിക്ക് പുഷ്ടി ഉണ്ടാകുന്നത്, ഫലം തരുന്നത്. അതാണ് ഉണക്ക് സമയങ്ങളിലാണ് മാവായാലും പ്ലാവായാലും മറ്റുള്ള പഴവർഗ്ഗങ്ങൾ, റംബുട്ടാനും മാങ്കോസ്റ്റിനും അങ്ങനെയുള്ള അവക്കോട, ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. ഇതൊക്കെ ഉണക്ക് സമയത്താണ് ഫലം തരുന്നത്. ആ സമയത്താണ് ഇത് കാഞ്ഞ് ഇതിനകത്തെല്ലാം ഫലങ്ങളുണ്ടായി നമുക്ക് തരുന്നത്. മഴ സമയത്ത് ഈ കാർഷിക സാധനങ്ങളിലെല്ലാം വിളവ് കുറവാണ്. അപ്പോൾ നമുക്ക് ഫലം കിട്ടത്തില്ല. അതിനാണ് നമ്മൾ ഏത് സാധനങ്ങൾ നടുമ്പോഴും എല്ലാവരും പറയും മഴ വരട്ടെ അന്നേരം നടാം. മഴ വരുമ്പോഴല്ല നടേണ്ടത്. നമ്മൾ ഡിസംബർ മുതൽ മെയ് ഫസ്റ്റ് വരെ നമുക്ക് നടാൻ പറ്റും. ആ നടുന്ന സാധനങ്ങളാണ് നല്ല പുഷ്ടി വളർന്ന് നല്ല രീതി അതിന് ഫലങ്ങൾ തരാനും ആ മണ്ണിൽ നല്ലപോലെ വേര് പിടിക്കാനും. പക്ഷെ മഴ വരുമ്പോൾ നടാമെന്ന് കർഷകരെല്ലാം പറയും. പക്ഷെ മഴ വരുമ്പോൾ നടാം, പക്ഷെ നട്ടാൽ അതിന് വളർച്ച കുറവാണ്. നമ്മൾ ഉണക്ക സമയത്ത് ചെടി നട്ട് അതിനെ നനച്ചു കൊടുത്ത് പരിപാലിച്ചാൽ അത് മണ്ണിൽ പിടിച്ച് വേര് പിടിച്ച് നിൽക്കും. അപ്പം മഴ സമയത്ത് അതിൻ്റെ വേര് ഉറച്ച് നിൽക്കും. മഴ സമയത്ത് നടുന്ന ചെടിക്ക് പിന്നെ വേരോടേണ്ട ആവശ്യമില്ല അമിതമായിട്ട്. എന്താണെന്ന് വെച്ചാൽ ജലാംശവും നനവും ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് വെള്ളത്തിന് വേണ്ടി പുറത്തോട്ട് പോകേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഉണക്ക സമയങ്ങളിൽ വേണം നമ്മൾ ഫലവൃക്ഷങ്ങളായാലും പൂച്ചെടികളായി എല്ലാ ചെടികളും പൂക്കുന്ന എപ്പോഴാണ്? ഉണക്ക സമയങ്ങളിലാണ്. ഡിസംബർ മുതൽ കടലാസ് ചെടി, ബൊഗൈൻവില്ല, ഇതൊക്കെ പൂക്കും പല വെറൈറ്റിയിൽ. ഇതൊക്കെ ഫ്ലവർ, അതിനൊക്കെ ജലാംശമുള്ള സമയങ്ങളിൽ ഇത് പൂക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള ജലം ഭൂമിയിലുണ്ട്. അപ്പം ഉണക്ക സമയങ്ങളിലാണ് ഇത് ഡിസംബർ മുതൽ ഇങ്ങോട്ടാണ് പൂക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഭംഗികൾ. എല്ലാ പൂച്ചെടികളിലും ഭംഗി ഉണ്ടാകുന്ന ഡിസംബർ മുതൽ മെയ് ഫസ്റ്റ് വരെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം പൂവിൻ്റെ കാലാവധി കഴിയും, മെയ് ആകുമ്പോഴത്തേക്ക്. അപ്പം പിന്നെ അങ്ങോട്ടുള്ള ഒരു 3-4 മാസം നമുക്ക് ഫ്ലവറിങ്ങുകളും ചെടികൾ കുറവായിരിക്കും, സൂര്യപ്രകാശം കുറവായിരുന്നു. അതാണ് ഫ്ലവറിങ് പ്ലാന്റുകളുടെയും ഫലവൃക്ഷങ്ങളുടെയും പ്രത്യേകതകൾ. അതാണ്. അതുപോലെ തന്നെ സാറേ, നമ്മുടെ മണ്ണാശ്ശേരിയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ. ഇപ്പം ഒരാൾ ഇപ്പോൾ ഒരു വീടിന് വേണ്ടി ഇപ്പം അലങ്കരിക്കാൻ അവർക്ക് ചെടികൾ വേണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മണ്ണാശ്ശേരിയിലെ ഒരു പ്രത്യേകത എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ഇതിനെക്കുറിച്ചൊന്ന് പറയാം, മണ്ണാശ്ശേരിയെക്കുറിച്ച്. നമുക്കിപ്പോൾ ഒരു പുതിയ വീട് വെച്ച് അതിന് ഗാർഡൻ ചെയ്യണമെങ്കിലോ അതിൻ്റെ മുറ്റത്ത് ഈ സ്റ്റോണുകളൊക്കെ നിൽക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ നഴ്സറി വളരെ പഞ്ച്വാലിറ്റിയിൽ ഈ സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുകയും അത് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ ചെടികളായാലും മരങ്ങളായാലും എല്ലാ വൃക്ഷങ്ങളും നമ്മുടെ ഇവിടുന്ന് തന്നെ കിട്ടും. അത് അവർക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് ഓർഡർ തന്നാൽ നമ്മുടെ വണ്ടിക്കകത്ത് ആ സാധനങ്ങളെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കും. അതൊക്കെ നമ്മൾ ചെയ്യും. അവർക്ക് ആവശ്യമുള്ള ഒരു കർഷകൻ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അവർക്ക് ചെടിച്ചട്ടികളും ആവശ്യമുള്ളതുണ്ടെങ്കിൽ അത് നടുന്ന കവറുകൾ വേണമെങ്കിൽ അത്, ഗ്രോ ബാഗുകൾ വേണമെങ്കിൽ അത്, പച്ചക്കറി വിത്തുകൾ വേണമെങ്കിൽ അത്, ചെടിച്ചട്ടികൾ ഏതൊക്കെ വെറൈറ്റികളുണ്ടോ അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പച്ചക്കറി തൈകളുണ്ട്. അങ്ങനെ എല്ലാ വളങ്ങൾ, കീടനാശിനികൾ, പിന്നെ ജൈവവളങ്ങൾ, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ആ കാർഷിക ഒരു കൃഷിക്കാരന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് പോകാൻ പറ്റും. അതുപോലെ തറയിലൊക്കെ പുല്ല് കിളിക്കാതിരിക്കാൻ ഇരിക്കുന്ന മാറ്റ്, അങ്ങനെ ഓരോ സാധനങ്ങളും, അതുപോലെ ഈ ഗാർഡനൊക്കെ ചെയ്യുന്നതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, അവർക്ക് വേണ്ടുന്ന ഫാമുകൾ, ചെടികൾ, ഇതെല്ലാം ഇവിടെ കിട്ടും. അവർക്ക് വന്ന ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ
നമ്മുടെ വണ്ടിക്കകത്ത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും. അവർക്കത് നടുകയും കൃഷി ചെയ്യുകയും ചെയ്യാൻ നമുക്ക് ലേബറെ വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പണിക്കാരെ വിട്ടുകൊടുക്കും. അവർക്ക് അതിനുള്ള സാലറി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുണ്ടാവും. പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല. അതല്ല നമ്മുടെ ഒരു ഫാമിലില്ലെങ്കിൽ അടുത്ത ഫാമിൽ നിന്ന് ഈ സാധനം പെട്ടെന്ന് ഇവിടെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ സംവിധാനവും ഉണ്ട്. അതാണ് മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഫാമിൻ്റെ ഓരോ പ്രത്യേകതകൾ. മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഫാമിൻ്റെ വിശേഷം നമ്മളോടൊപ്പം പങ്കുവെച്ചത് അതിൻ്റെ ഓണറായിട്ടുള്ള ശിവപ്രസാദ് സാറാണ്. അപ്പോൾ സാറേ, എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഇനി ഒരുപാട് ഇതുപോലുള്ള ഫാമുകൾ തുറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയ ഒരു ഷോപ്പിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനത്തിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.